ഉടുമ്പൻചോല ജയചന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമല്ലോ. കഴിഞ്ഞ തവണ ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലവും ഞങ്ങൾ ജയിക്കുമെന്നുള്ള തികഞ്ഞ വിശ്വാസമാണ്. സംസ്ഥാനത്ത് 100-ലധികം സീറ്റെങ്കിലും സംസ്ഥാനത്ത് നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമിൽ മനോജ് മുരുകനേക്കാളും ഭൂരിപക്ഷം ഇത്തവണ അദ്ദേഹത്തിന് കിട്ടുമായിരിക്കുമോ? അത് പറയാൻ കഴിയില്ല. ഓരോ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ അന്നേരത്തെ സാഹചര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ മന്ത്രിയും അന്നത്തെ സാഹചര്യമുണ്ട്. ഇപ്പം ആ സാഹചര്യമല്ല. അതുകൊണ്ട് അന്നത്തെ ഭൂരിപക്ഷമാണോ അതിൽ കൂടുതൽ കിട്ടുമെന്നൊന്നും എനിക്കിപ്പോൾ നിർവചിക്കാൻ കഴിയും. മികച്ച വിജയം അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജില്ലയിലെ 5 സീറ്റും ജയിക്കും എന്ന 100% വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിലവിൽ 4 ഉള്ളതാണ്. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം, ഇടുക്കി. തൊടുപുഴയും കൂടെ പിടിക്കാൻ ഇത്തവണ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസമുള്ളത്. കേരളത്തിൽ 100-ലധികം സീറ്റെങ്കിലും ജയിച്ച് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും LDF അധികാരത്തിൽ വരും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ കാര്യത്തിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവിൻ്റെ കാര്യമില്ല എന്നാണ്. ഇന്നലെ ഈ KCB മന്ത്രിയുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അതായത് 2015 പ്രളയം മനുഷ്യ നിർമ്മിതമാണ്, ഡാമുകൾ മനഃപൂർവ്വം അടച്ചിട്ട് കരിമണൽ സംരക്ഷിക്കുകയായിരുന്നു ഒരു വിവാദം പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ തവണ ഇലക്ഷനെ ബാധിക്കാൻ കാര്യമുണ്ടോ? അതെങ്ങനെ ബാധിക്കാനാണ്? KCB ആരുടെയാണ്? K. കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അയാൾ പറഞ്ഞതാണോ? അയാൾ നിഷേധിച്ചില്ലേ? അയാളെങ്ങനെ വിവരക്കേട് പറഞ്ഞു എന്നോർക്കണ്ട. അന്ന് 2015 വെള്ളപ്പൊക്കം വന്നൊന്നും നിങ്ങൾക്കറിയാൻ കഴിയും. എനിക്കറിയാവില്ല, നാട്ടിലെ ജനങ്ങൾക്കറിയാവില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ദുരന്തമല്ല അന്നുണ്ടായത്. അയാൾ വിഡിതം പറഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ കരുതുന്നില്ല. ചുമ്മാ നിങ്ങൾ ചാനലുകാരും അവരെല്ലാം അത് ഇത് ഉണ്ടാക്കി പറയില്ല. തലയ്ക്ക് സ്വഭാവമുള്ളവരൊന്നും അങ്ങനെ പറയില്ല. ഞാനന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിൽ എല്ലാ ജില്ലയിലും പോയ ആളാണ്. വലിയ നാശനഷ്ടം വന്നു, ഒരുപാട് ദുരന്തമാണ് വന്നത്. അതൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ മന്ത്രിയായിരുന്നു ഞാൻ. എന്നിപ്പോൾ കൃഷ്ണൻകുട്ടി എന്നാ പറഞ്ഞു എന്നൊന്നും എനിക്ക് ബാധകമല്ല. അദ്ദേഹത്തോട് പോയി നിങ്ങൾ ചോദിച്ചു, അദ്ദേഹം ഈ വിവരങ്ങൾ പറഞ്ഞോ ഇല്ലയോ എന്നൊക്കെ പുള്ളിയോട് നിങ്ങൾ പോയി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന കാരണം ഈ ജാതിമത അധിഷ്ഠിത വോട്ടുകൾ വിഭജിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ മുന്നണിക്കുള്ള വോട്ട് കിട്ടും. LDFന് കിട്ടുന്ന വോട്ട് LDFന് കിട്ടും, UDFന് കിട്ടുന്ന UDFന് കിട്ടും, NDAക്ക് കിട്ടുന്ന BJPക്ക് കിട്ടുന്ന വോട്ട് കിട്ടും. വോട്ട് 3ആയി വിഭജിക്കും. LDFന് മികച്ച വിജയം നേടും, 100-ലധികം സീറ്റ് കേരളത്തിൽ ജയിക്കുമെന്നും ഇടുക്കി ജില്ലയിലെ 5 സീറ്റ്, ഇപ്പം 4 സീറ്റുണ്ട്. പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി. തൊടുപുഴയും കൂടി ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി LDF വീണ്ടും അധികാരത്തിൽ വരും. ഇടുക്കിയിൽ ഇത്തവണ കേരള കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. KPC വൈസ് പ്രസിഡന്റ് മത്സരിപ്പിക്കുകയാണ്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിലവിൽ മന്ത്രിയല്ലേ മത്സരിക്കുന്നത്. ദീർഘനാൾ അവിടെ പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇപ്പം മന്ത്രിയായിരിക്കുന്നതാണ്. അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ്. അവിടെ ഇപ്പോൾ KPCCയുടെ വൈസ് പ്രസിഡന്റ് ഏത് പ്രസിഡന്റാണേലും മത്സരിച്ചു എന്നോടൊന്നും മഹാ അത്ഭുതമൊന്നും നടക്കുന്നില്ല. LDFന് മികച്ച ഭൂരിപക്ഷമുണ്ട്. 5 സീറ്റും ജയിക്കാനുള്ള പ്രതീക്ഷയിലാണ്. 4 സീറ്റ് നിലവിലുള്ളതാണ്. തൊടുപുഴയും പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് അതൊന്നും ഒരു വിഷയമല്ല. ചിഹ്നമല്ലേ പ്രശ്നം. ഓരോരുത്തർക്കും ചിഹ്നമുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ വേറെ വല്ലതും ചോദിക്കാനുണ്ടോ?